സുഖമല്ലേ? അപ്പം ചിക്കൻ കട്ടിങ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും ഇന്നത്തെ എൻ്റെ ചിക്കനാണെന്ന്. പക്ഷേ ചിക്കൻ വെച്ച് എന്താ ചെയ്യുന്നത് മനസ്സിലായോ? പറഞ്ഞുതരാം. മാംഗ്ലൂരൻ ചിക്കൻ ഗീ റോസ്റ്റ് ആണ് ഇന്നത്തെ എൻ്റെ ടാർഗറ്റ്. ഇതിനായിട്ട് പൊതുവെ നിങ്ങളൊരു കാര്യം ഉറപ്പെടുത്താം, ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റമാണ്. നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായി നിങ്ങൾ ഒരു പ്രാവശ്യം കൂടി ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ഞാൻ ഗ്യാരണ്ടിയാണ്. ഇത് ക്ലീൻ ചെയ്ത ചിക്കനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തൈര്, പാതി പുറത്ത് പോയി ഞാൻ കണ്ടു, കുഴപ്പമില്ല, മൈൻഡ് ചെയ്യേണ്ട, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം. നമുക്ക് 1/2 ടീസ്പൂൺ നാരങ്ങാ നീരും ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ചേർത്ത് മിക്സിങ് ആൻഡ് റെസ്റ്റിങ്. കാര്യം മനസ്സിലായല്ലോ? തൈര് കുറവാണെന്ന് തോന്നുന്നു മക്കളെ, എങ്ങനെ കുറയാതിരിക്കും? 1/4 ഭാഗം പുറത്ത് കളഞ്ഞിട്ടേക്കാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് തൈര് കൂടി കുറച്ചും കൂടി ചേർക്കാം. ചേർത്തിട്ട് നമുക്കത് മിക്സ് ചെയ്തിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്ത് വെക്കാം. അതുപോലെ പിന്നെ വീഡിയോസ് കാണുന്ന എല്ലാ ഫ്രണ്ട്സും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ഇതൊരു പുതിയ ചാനലാണ്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ടിങ് സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ലൈക്ക് ബട്ടൺ ഞെക്കി നിങ്ങൾ അഭിപ്രായം കമൻറ്റും കൂടി ചെയ്യണേ ഫ്രണ്ട്സ്. അപ്പോഴേക്കും മിക്സിങ് കഴിഞ്ഞു. ഇനി റെസ്റ്റിങ്. ചിക്കന് മാത്രമേ റെസ്റ്റിംഗ് ഉള്ളൂ, നമുക്ക് റെസ്റ്റിംഗ് ഇല്ല. ഈ സമയം കൊണ്ട് കുറച്ച് ഐറ്റംസ് ചൂടാക്കി എടുക്കാം. പെരുംജീരകം, ചെറിയ ജീരകം, കുരുമുളക്, മല്ലി, കാശ്മീരി മുളക്, 2 ഗ്രാമ്പൂ. പിന്നെ ചൂടാക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, കരിക്കല്ലേ. ചൂടായ ശേഷം അന്നേരം ചട്ടിന്ന് മാറ്റിയാൽ ഇരുന്നത് മൂക്കും. അതുപോലെ തന്നെ തണുത്ത ശേഷം നല്ല മഷി പോലെ അരച്ചെടുക്കുക. നോർത്ത് പോയിന്റ് ജാലോട്ട് മാറ്റിയിട്ട് തണുത്ത ശേഷം മാത്രമേ അരച്ചെടുക്കാവുള്ളൂ. ചൂടെടുത്ത് മിക്സി ഓൺ ആക്കിയിട്ട് കണ്ണിലോട്ട് മൂക്കിട്ടൊക്കെ തെറിച്ചിട്ട് എന്നെ കുറ്റം പറയലാരും. നിൽക്കും മക്കളെ, അരക്കാൻ വേണ്ടിയിട്ട് ഒരു 3-4 ഐറ്റം കൂടി വരാറുണ്ട്. ഒരു ചെറിയ പീസ് ഇഞ്ചി, എനിക്ക് 4-5 വെളുത്തുള്ളി, ഒരു 6-7 കാഷ്നട്ട്. ഇത് പ്രധാനപ്പെട്ട ഐറ്റം ഉണ്ട്. ഒരു കണക്ഷൻ നിങ്ങൾ മിസ് ചെയ്ത്. അപ്പോൾ നിങ്ങളെ ചോദിക്കും ഇതൊക്കെ മിസ്സാക്കാവുന്നു. ഒന്നും മിസ്സാക്കണ്ട, ഇതെല്ലാം ഇങ്ങനെ തന്നെ ചേർക്കുക. ഞാൻ പുളി വെള്ളമാണ് ചേർത്തത്, നിങ്ങൾക്ക് വേണമെങ്കിൽ പുളിയും ചേർക്കാം. അതോടെ അരച്ച് മാറ്റി വെച്ചു. അത് കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. അത് ഞാൻ പാൻ വെച്ചു. പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഞാൻ നെയ്യ് ചേർക്കുവാണ്. കാരണം നമ്മൾ ചിക്കൻ ഗീ റോസ്റ്റ് എന്നാണല്ലോ, അപ്പോൾ നമ്മൾ ആ പേരിട്ട് നമ്മളൊന്ന് ബഹുമാനിക്കണമല്ലോ. അപ്പോൾ നമ്മൾ ഗീ നിർബന്ധമായിട്ട് നമ്മൾ ചേർക്കണം. ഫുള്ളായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഗീ ചേർക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പാതി ഗീയും പാതി ഓയിലും ചേർക്കാം. ഞാൻ 3 ടേബിൾ സ്പൂൺ ഗീയും അതിനൊപ്പം ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് ചൂടായിട്ട് നമുക്കിതിലേക്ക് കുനുകുന അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള ചേർക്കാം. പിന്നെ ചെറിയൊരു തിരുത്തുണ്ട്, ഇത് സവാള മാത്രമല്ല, ഞാനൊരു 10-12 കൊച്ചുള്ളിയും അതിന് കുഞ്ഞൊരു സവാളയാണ് എടുത്തേക്കുന്നത്. അപ്പം കൊച്ചുള്ളിയും സവാളയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ചേർത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൊച്ചുള്ളി മാത്രം ചേർക്കാം, അല്ലെങ്കിൽ സവാള മാത്രം ചേർക്കാം, അത് നിങ്ങളിഷ്ടം. പക്ഷേ കുനുകുന അരിഞ്ഞ് ചേർക്കുക. കുനുകുന അരിയണമെന്ന് പറഞ്ഞ കാരണം ഈ ഉള്ളി നമുക്ക് അത്യാവശ്യം റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ കണ്ടം കൊണ്ടൊക്കെ അരിഞ്ഞ് തള്ളിക്കഴിഞ്ഞാൽ റോസ്റ്റ് എടുക്കാൻ കുറച്ച് താമസം എടുക്കും. അപ്പോൾ പെട്ടെന്ന് പണി തീർക്കണമെങ്കിൽ കുനുകുന അരിയണം. നമുക്ക് ഉള്ളി നല്ലോണം വരട്ടെടുക്കണം. പിന്നെ ഉള്ളി വെച്ചിട്ട് എങ്ങോട്ടും പോവല്ലേ, നമ്മൾ വരട്ടിക്കൊണ്ട് തന്നെ ഇരിക്കണം. കാരണം അടുക്കി പിടിക്കുക, കരിഞ്ഞ് പോവുകയും ചെയ്യല്ലേ. ഉള്ളി പെട്ടെന്ന് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. അപ്പം കുനുകുന അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ ഇതാണ് ഗുണം, പെട്ടെന്ന് സംഭവം സെറ്റായി കിട്ടും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ പേസ്റ്റ് ചേർക്കാം. നമ്മൾ മുമ്പേ റോസ്റ്റ് ചെയ്തിട്ട് അരച്ചിട്ട പേസ്റ്റ് ഇല്ലേ, മുളകും മല്ലിയെല്ലാം, ആ പേസ്റ്റ് തന്നെ. പേസ്റ്റിൻ്റെ കൂടെ ഞാൻ നമ്മളെ ജാറിനകത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അതും കൂടി ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. അതായത് നമ്മളെല്ലാം ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ, നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഇത് നമ്മളെ അടുത്ത ലക്ഷ്യം നമ്മൾ ഒഴിച്ച് നെയ്യും എണ്ണയും തെളിയുന്ന വരെ ഇത് വരട്ടിയെടുക്കുക. ഇത് നല്ലോണം വരട്ടി എണ്ണയും നെയ്യും തെളിയുന്ന വരെ വരട്ടി എടുക്കണം. കാരണം ഇതും വെച്ചിട്ട് എങ്ങോട്ട് പോവല്, ഇതും അടുക്കി പിടിക്കുകയും കരിയാനൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത് നല്ലോണം എണ്ണയൊക്കെ തെളിഞ്ഞ് വരട്ടി വന്നതിന് ശേഷം നമ്മൾ റെസ്റ്റ് എടുക്കുന്ന പുള്ളി എടുത്ത് ഇങ്ങോട്ടങ്ങ് തട്ടിയേക്കുക. അടുത്ത നമ്മളെ ജോലി ഇത് രണ്ടും കൂടെ നല്ലോണം അങ്ങ് മിക്സ് ചെയ്യുക. ചുരുക്കി പറഞ്ഞ് രണ്ടായിട്ടിരിക്കുന്ന ഇവർ രണ്ടും നമ്മളങ്ങ് ഒന്നിപ്പിച്ചേക്കണം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു മീഡിയം രീതിയിൽ ഇതവിടെ വെക്കാം. പിന്നെ ഇപ്പം വെള്ളം ഒഴിക്കേണ്ട, ചിക്കനിൽ എന്തായാലും വെള്ളം ഇറങ്ങും. ചിക്കൻ സെറ്റ് ആകുമ്പോഴത്തേക്ക് പോയി ചിക്കനോട് കഴിക്കാൻ അടിപൊളി സ്പെഷ്യൽ റൈസ് ഉണ്ടാക്കിയാലോ. വാ, കുറച്ച് കാര്യങ്ങൾ അരച്ചെടുക്കണം. അപ്പോൾ നമുക്ക് വേണ്ടത് മല്ലിയില, പച്ചമുളക്, കാഷ്നട്ട്, വൈറ്റ് കസ്കസ്, പെരുംജീരകം, പട്ട, ഗ്രാമ്പൂ. അങ്ങനെ അതരച്ച് മാറ്റിച്ചതിന് ശേഷം നമുക്ക് ഉരുളി വെക്കാം. ഉരുളി ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിക്കാം. ഈ റെസിപ്പിയാണ് നിങ്ങൾക്ക് മനസ്സിലായത്, നമ്മളെ പേളിച്ചിയുടെ സ്പെഷ്യൽ നെയ്ച്ചോറിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ ആ ഉരുളി ചൂടായി ഞാനൊരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഇതിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. നെയ്യൊന്ന് ചൂടാകുമ്പോൾ മീഡിയം സൈസിൽ എൻ്റെ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കാഷ്നട്ട്, പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇവയെല്ലാം കൂടി ചെയ്ത് നല്ലോണം കിണ്ടുക. സാറിന് നമ്മൾ നെയ്ച്ചോറുണ്ടാക്കുമ്പോൾ പേരിന് ഇച്ചിരി സവാളയിൽ ചേർക്കും. പക്ഷേ ഇതിലങ്ങനെയല്ല, അത്യാവശ്യം സവാള ചേർക്കും. ഉള്ളിയൊക്കെ പറഞ്ഞ ശേഷം വെള്ളം വാർന്ന് വെച്ചിരിക്കുന്നത് 2 കപ്പ് അരി ഇതിലേക്ക് തട്ടുവാണ്. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ അപ്പുറത്തടുപ്പിൽ 2 കപ്പ് അരിക്ക് ഒരു 4 കപ്പ് വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾ നമ്മളെ ചിക്കൻ എവിടെ പോയെന്ന് ചോദിക്കും. ചിക്കൻ ഞാൻ കുറച്ച് നേരത്തേക്ക് ഒന്ന് മാറ്റി വെച്ചാൽ കുറച്ചും കൂടി റെസ്റ്റ് എടുക്കട്ടെ. കാരണം നമുക്ക് ഇതിനകത്ത് തിളച്ചുള്ള അത്യാവശ്യമാണ്, അതുകൊണ്ട് ഞാൻ ഒന്ന് മാറ്റി വെച്ചു. ഇൻഡക്ഷൻ അടുപ്പോ അല്ലെങ്കിൽ 3-4 അടുപ്പുള്ള ഗ്യാസ് അടുപ്പൊക്കെ ഉള്ളവർക്ക് ഇതിൻ്റെ ആവശ്യമില്ല. എന്നെപ്പോലെ 2 അടുപ്പുള്ളവർക്ക് ഇത് ചെയ്യാൻ പറ്റും. ഈ ചോറ് നമ്മൾ നെയ്ക്കിടന്ന് നല്ലോണം വറുത്തെടുക്കണം. അപ്പോൾ നല്ലോണം ഇളക്കി കൊടുക്കുക. അരി നെയ്ക്കിടന്ന് സെറ്റായതിനു ശേഷം നമ്മൾ അരച്ചിരിക്കുന്ന പേസ്റ്റില്ലേ, മല്ലിയിലയും പച്ചമുളകും എല്ലാം ഉള്ള പേസ്റ്റ് അതിലോട്ട് തട്ടുക. ഇപ്പം മനസ്സിലായി ഇതൊരു സ്പെഷ്യൽ നെയ്ച്ചോറാണെന്ന്. ഇനി അരി നമ്മുടെ പേസ്റ്റ് കൂടി നല്ലോണം മിക്സ് ചെയ്തിട്ട് മുമ്പേ നമ്മൾ അരി കിണ്ടിടക്കി ഇതും ഇട്ട് നല്ലോണം കിണ്ടുക. അങ്ങനെ നമ്മൾ അരിയൊക്കെ നല്ലോണം സെറ്റായി വന്നതിന് ശേഷം ഇനി നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളമില്ലേ, 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളം തിളപ്പിച്ച് വെച്ചില്ലേ, അത് ഇതിലോട്ട് എടുത്തങ്ങ് തട്ടുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഉപ്പ് ചേർക്കണം. ഇപ്പോൾ ഉപ്പ് നോക്കുമ്പോൾ കുറച്ച് മുമ്പിൽ നിൽക്കണം, അതാ കറക്റ്റ് പരുവം. അങ്ങനെ വെള്ളം വാങ്ങിയിട്ട് അതിൽ ഞാൻ ചിക്കൻ അടുപ്പിൽ വെച്ചായിരുന്നു. അങ്ങനെ ഇപ്പുറത്തടുപ്പിൽ ചിക്കനും അപ്പുറത്തടുപ്പിൽ ഇപ്പം റൈസും ആയി. പിന്നെ അങ്ങനെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ചിക്കൻ തിളച്ച് വന്നപ്പോഴത്തേക്കും നമ്മുടെ റൈസ് സെറ്റായി വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നമുക്ക് ഒരേ സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ 2 വെറൈറ്റി റെസിപ്പീസാണ്. ഇപ്പോൾ ഇത് മോളുടെ ലഞ്ച് ബോക്സിലേക്കാണ് തയ്യാറാക്കുന്നത്. നമുക്ക് മക്കളുടെ ലഞ്ച് ബോക്സിലേക്കോ അല്ലെങ്കിൽ വീട്ടിൽ ഗസ്റ്റ് വന്നാൽ അത് മാത്രമല്ല, നമുക്കൊന്നൊരു സ്പെഷ്യലായിട്ടൊരു റൈസ് കഴിക്കണം എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊപ്പം ഈ ചിക്കൻ്റെ കോംബോയും അടിപൊളിയായിരിക്കും. ഈ ചിക്കൻ നമുക്ക് ഇതിന് മാത്രമല്ല എന്തിൻ്റെ കൂടെയും പോകും.
അങ്ങനെ നമ്മൾ നെയ്ച്ചോറിൻ്റെ വെള്ളമൊക്കെ വറ്റി സെറ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് തുറന്നൊന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ നമുക്ക് ഒരേ സമയത്ത് രണ്ടും പെട്ടെന്ന് തയ്യാറാക്കാൻ വേണ്ടി റെസിപ്പിയാണ്. കാരണം നെയ്ച്ചോറ് റെഡി ആകുമ്പോഴത്തേക്കും നമ്മൾ ചിക്കൻ കറി അപ്പുറത്ത് റെഡി ആവുന്നുണ്ട്. അപ്പോൾ ചിക്കൻ കറിയിൽ നിന്ന് അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. കാരണം നമുക്കിത് ഗീ റോസ്റ്റാണ്. ചിക്കൻ ഗീ റോസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ വെള്ളം വറ്റിച്ചെടുക്കാനുള്ളതാണ്. അപ്പോഴത്തേക്കും നമ്മൾ നെയ്ച്ചോറിവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ട് ലാസ്റ്റ് കുറച്ചും നെയ്യും കൂടെ ഒഴിച്ചിട്ട് അതവിടെ സെറ്റാക്കി മാറ്റി വെച്ചു. ഇനി ആ നെയ്ച്ചോറ് വാങ്ങി വെച്ചിട്ട് നമുക്ക് രാവിലത്തേക്ക് നല്ല അടിപൊളി ഒരു പാലപ്പം കൂടെ ഉണ്ടാക്കാം. നമുക്ക് പാലപ്പത്തിൻ്റെ കൂടെ നമ്മൾ കഴിക്കുന്നത് ഇന്നത്തെ നമ്മൾ ചിക്കൻ ഗീ റോസ്റ്റ് തന്നെയാണ്. നമുക്ക് സ്കൂളിൽ പോകുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്ക് നെയ്ച്ചോറും ചിക്കൻ ഗീ റോസ്റ്റും പാലപ്പവും എല്ലാം നമുക്ക് റെഡിയാക്കണം. യഥാർത്ഥത്തിൽ നമ്മൾ ഗീ റോസ്റ്റ് അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും ചോറിൻ്റെയും ചപ്പാത്തിൻ്റെയും പൊറോട്ടയും കൂടെ ഒക്കെ അടിപൊളിയാണ്. നമ്മൾ ചിക്കൻ ഗീ റോസ്റ്റിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ 1 സ്പൂൺ ശർക്കരയും 1 സ്പൂൺ ഗീയും കൂടി ചേർത്തിട്ടുണ്ട്. നമ്മളെ വീട്ടിൽ കിട്ടിയിട്ടില്ല. പിന്നെ സ്വല്പം കറിവേപ്പിലയും കൂടി ചേർത്തു. അങ്ങനെ നമ്മൾ ചിക്കൻ ഗീ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഗ്രേവിയോ അല്ലെങ്കിൽ റോസ്റ്റോ ആക്കി എടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. ബൈ.